Hello guys, welcome to market analysis video. നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശരി തന്നെ ആയിരുന്നു. കാരണം മാർക്കറ്റ് 22,500 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അതിനും താഴെയാണ്. അതുപോലെ നമ്മൾ ട്രേഡ് പ്ലാനിൽ പറഞ്ഞത് ഒരു സെല്ലിംഗ് സൈഡ് ട്രേഡ് തന്നെയാണ് നമുക്ക് ബെസ്റ്റ്. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡാണ് ഫസ്റ്റ് പോകുന്നതെങ്കിൽ ഒരു സെല്ലിംഗ് സൈഡ് വീക്ക്നെസ് കാണുകയാണ് നമുക്ക് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ എക്സാക്ട്ലി മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് ഒന്ന് ഫില്ലായി, ഉടൻ തന്നെ നല്ലൊരു റിവേഴ്സൽ ആയിട്ട് മാർക്കറ്റ് സെല്ലിംഗ് സൈഡേക്ക് ഒരു ഷാർപ്പ് ട്രെൻഡിങ് ഡേ ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഡേ, മെയ് മാസത്തിലെ മന്ത്ലി എക്സ്പയറി ഡേ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി പുതിയ ജൂണിലേക്കാണ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. എനിവേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ഡെയിലി ചാർട്ട് ഒന്ന് നോക്കാം. ഡെയിലി ചാർട്ടിൽ നോക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. പ്രധാനമായിട്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ ടച്ച് ചെയ്തിട്ട് ഒരു റിവേഴ്സൽ ആയിരുന്നു കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിവേഴ്സലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിങ് ഹൈ എന്ന് പറയാം, അതിൻ്റെ പ്രീവിയസ് ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഈ രണ്ട് ഹൈയും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വന്നതുകൊണ്ടാണ് ബ്രേക്ക് ആയത്. സോ അതിന് താഴെ വരുന്ന ഒരു ഹൈ ആണ് ഇവിടെയുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഹൈ പോയിന്റ് ഇവിടെ. സോ ഇതും ഇന്ന് നല്ലൊരു ട്രെൻഡിങ്ങിൽ തന്നെ മാർക്കറ്റ് സാധാരണ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണിലൊക്കെ ഒരു റെസിസ്റ്റൻറ്റും അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് ചിലപ്പോൾ അത് തിരിച്ചു വരാനുള്ള പക്ഷേ ഇത് ഒരു ട്രെൻഡിങ് ഡേ തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈയും കൂടി ഇന്ന് ക്രോസ് ചെയ്തിരിക്കുക. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ടായിരുന്നു, റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കുറേ കാലം ഉണ്ടായിരുന്നതാണ് 22,500. പലപ്പോഴും സപ്പോർട്ടും റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അത് ഇന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്ര വലിയ വാളറ്റൈൽ ആണെന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് മാത്രമാണ്. അതിനിടയിൽ ഓൾമോസ്റ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലത്തെ ചാർട്ട് നോക്കിയാലും ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇന്നും ചാർട്ടിൽ കാണാൻ പറ്റിയത്. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് 2 ദിവസം ഓപ്പൺ ആയിട്ട് ഒരു ചെറിയൊരു അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് തന്നു. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഗ്യാപ്പൊന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല, നല്ല കണ്ടിന്യൂ ആയിട്ട് അവിടെ നിന്ന് താഴോട്ട് വരികയാണ്. ഇന്നും അതേപോലെ ഒരു ചാർട്ട് തന്നെയാണ് ഇന്നും മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ട് തന്നത്. ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് ഞാനിവിടെ പ്ലാൻ ചെയ്തത് ഇവിടെ ലാസ്റ്റ് സെക്ഷനിലാണ്. മാർക്കറ്റ് ഈ ഒരു സിങ്ങൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഈ ഡേ ലോ, അതായത് ഇവിടുത്തെ ഡേ ലോ ആയ ഈ ഒരു പോയിന്റ് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ആകുന്ന കാണുമ്പോൾ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ഒരു 20 പോയിൻറ്റ്സോളം അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റി. കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം ഇതൊരു ക്രൂഷ്യൽ പോയിൻ്റാണ്. ഇവിടുന്ന് ഷാർപ്പ് റിക്കവറിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് എക്സ്പയറി ഡേ ആകുമ്പോൾ അങ്ങനെയുള്ള റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നല്ലൊരു ഫാൾ തന്നെ അവിടെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. എനിവേ നമുക്ക് ഇന്നത്തെ വേറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് 24 തന്നെയാണുള്ളത്. അതുകൂടാതെ FIIയുടെ സെല്ലിങ് നോക്കുകയാണെങ്കിൽ 3050 ക്രോറിൻ്റെ സെല്ലിങ്ങും DIA 3432യുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നാളെ മേജറായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ മറ്റന്നാൾ, അതായത് എക്സിറ്റ് പോൾ വരുന്നത് 1-ാം തീയതിയാണ്. അപ്പോൾ എക്സിറ്റ് പോളിൻ്റെ മുമ്പുള്ള ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണിത്. സോ മിക്കവാറും ലാസ്റ്റ് സെക്ഷൻ, അതായത് നാളത്തെ ലാസ്റ്റ് അവറിലൊക്കെ നല്ലൊരു വളർച്ചയിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ആളുകൾ
മാർക്കറ്റ് ആളുകൾ അവരുടെ പൊസിഷനൊക്കെ ക്ലോസ് ചെയ്യും. കാരണം എക്സിറ്റ് പോൾ എന്തെങ്കിലും റിസൾട്ട്, എക്സിറ്റ് പോളിൻ്റെ എന്തെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു വാളറ്റൈൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നാളത്തെ ഉണ്ട്. സോ നമുക്ക് ട്രേഡ് പ്ലാൻ ഒന്നും പറയുന്നില്ല, കാരണം നമുക്കറിയാലോ ഈ ഒരു ഇലക്ഷന് മുമ്പ് നമ്മുടെ പ്ലാനിങ്ങിലൊന്നും വലിയ കാര്യമില്ല. കാരണം മാർക്കറ്റ് അത്രയും ക്രൂഷ്യലാണ്. ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ട്രേഡ് എടുക്കുന്നവർ പ്രൈസ് ആക്ഷൻ നോക്കുക, എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇലക്ഷന് മുമ്പ് ആകെ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊവ്വാഴ്ചയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്. ഒരു 3 ട്രേഡിംഗ് സെക്ഷൻ നാളത്തെയും കൂടി ആകുമ്പോൾ 3 ട്രേഡിംഗ് സെക്ഷനേ ബാക്കിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ട്രേഡിങ്ങളൊക്കെ, അതായത് ചെറിയ ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാമെന്നല്ലാണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള ട്രേഡിംഗ് ഒക്കെ നാളെ ഒഴിവാക്കലാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നാളത്തെ കാര്യങ്ങൾ വിശദമായിട്ട് നാളത്തെ വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.